എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമുക്കൊരു തൈര് ചോറുണ്ടാക്കാം. തൈര് ചോറ് എന്തൊക്കെ വേണ്ടി നോക്കാം. ആദ്യം തൈര് ചോറിന് ഇഞ്ചി നല്ല ചെറുതായി കൊത്തി അരിഞ്ഞതാണ് വലിയൊരു കഷ്ണം. ഇതൊരു ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ്സായിട്ട് ചോറേ ഉള്ളൂ. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുരുമുര അരിഞ്ഞത്, കുറച്ച് ബട്ടർ, പിന്നെ 1 ഗ്ലാസ് പാല് വേണം. തിളപ്പിച്ച പാലാണ്. തൈര് ഞാൻ ഒഴിച്ച് വെച്ച തൈരാണിത്, വീട്ടിലെ തൈര്. ആദ്യം പാലൊഴിക്കാം. പാലൊഴിച്ച് വേവിക്കണം. ഗ്ലാസ് പാലുണ്ട്, 1 ഗ്ലാസ്സിൽ പാലൊഴിച്ചിട്ട് വേവിക്കണം. പക്ഷേ പാലൊഴിക്കാണ്ട് വേവിച്ച ചോറാണ്. ഇഞ്ചി ഇടാം. ചെറിയതായിട്ട് അരിഞ്ഞതാണ് ഇഞ്ചിയാണ് ഫേവറേറ്റ്. 2 സ്പൂൺ ഉണ്ട് ഇഞ്ചി. 2 പച്ചമുളകാണ്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഉള്ളത്. ഉപ്പിടാൻ പാകത്തിന്. ഉപ്പിട്ടിട്ട് അങ്ങനെ ആക്കാം. ബട്ടറിടാം. ചൂട് അത്യാവശ്യം, ചോറ് ചൂടിന് ലൈറ്റാ, അതാണ് വയറ്റായിക്കോളും. പത്ത് കൊട്ട ചോറിലേക്ക്. ലാസ്റ്റാണ് തൈര് ഒഴിക്കുള്ളൂ. നല്ല ടേസ്റ്റി തൈര് ചോറാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഇനി കുറച്ചും കൂടെ 1 ഗ്ലാസ് പാലിൽ ഒഴിച്ചിട്ടുള്ളൂ. ഇനി 1/2 ഗ്ലാസ്സിൽ ഒഴിക്കണം. അപ്പോഴേ കുറച്ചുകൂടി ലൂസാവുള്ളൂ. അതിനെ കുറച്ച് ലൂസായി, പാകത്തിന് ലൂസായി പെട്ടെന്ന് കഴിക്കണം. പിന്നെ എടുത്ത് വെച്ച് കഴിക്കുമ്പോൾ കുറച്ച് കട്ടിയാവും ചോറ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാലോ തൈരോ കൂട്ടും കുറയ്ക്കൊക്കെ വേണ്ടി വരും. മക്കളെ കൊടുത്തു വിടാനും സ്കൂളിലേക്ക് കൊടുത്തു വിടാനും വീട്ടിൽ കഴിക്കാനൊക്കെ നല്ല പ്രായമാണ്. ടേസ്റ്റാണ്. വറുത്ത് കൊട്ടാം. ഉണക്കമുളകാണ് 2 ഇടുന്നുണ്ട്. ഒരു ടീസ്പൂൺ നിറയെ കടുകിടാം. എപ്പോഴും കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു ദിവസം മാറി ഉണ്ടാക്കാമല്ലോ. ടേസ്റ്റ് ആയിട്ട് കഴിക്കാം. എപ്പോഴും കറി, ഉപ്പേരി, ഒരുപാട് ഐറ്റം പെട്ടെന്ന് ഉണ്ടാക്കാൻ സമയമില്ല. അതിനൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചോറാണ് തൈര് ചോറ്. കറി കൂട്ടി കഴിഞ്ഞു. ഉഴുന്ന് പരിപ്പിടാം. 2 സ്പൂൺ ഇടുന്നു. ഉഴുന്ന് പരിപ്പിടാം. 2 സ്പൂൺ ഉഴുന്ന്. കളർ മാറട്ടെ. കറിവേപ്പിലിടാം. കായമുണ്ട്. കായം കളർ മാറി. കായപ്പുറ മേലെ ഒഴിക്കണം.
കുറച്ചും കൂടെ ലൂസാകാൻ വേണ്ടി കുറച്ചുകൂടെ പാൽ ഒഴിക്കുന്നുണ്ട്. തൈര് ചോറ് റെഡിയായി. തൈര് ഒഴിക്കാം. ലാസ്റ്റാണ് തൈര് ഒഴിക്കുന്നത്. ചോറ് റെഡി. സൂപ്പർ ടേസ്റ്റി തൈര് ചോറ് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക.